നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 18-ാം തീയതി 1200-ാം ആണ്ട് തുലാമാസം 2-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. അതുപോലെ ഇന്നത്തെ നക്ഷത്രവും അശ്വതി നക്ഷത്രമാണ്. ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് അശ്വതി നക്ഷത്രം. അപ്പോൾ അശ്വതി നക്ഷത്രം, വെള്ളിയാഴ്ച, ഇവയെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. പ്രഥമയാണ്. നമുക്കിന്ന് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാവുന്ന ദിവസമാണ്. ഐശ്വര്യപ്രദമായ ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്കിന്ന് എന്ത് കാര്യത്തിന് ഇറങ്ങണമെങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാവുന്ന ഒരു ദിവസവും കൂടിയാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലമാണ് ബർത്ത്ഡേയിലൂടെ കാണേണ്ടത്. അതുകൊണ്ടാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഏത് ദിവസം വന്നു എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കുറേ പരിഹാരങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം. അപ്പോൾ വെള്ളിയാഴ്ച ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയായിരിക്കും. സാമ്പത്തിക പുരോഗതി, നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലപ്രദമായി വരും. പ്രത്യേകിച്ച് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി നിൽക്കുന്നവർക്ക് അത് അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും. മക്കളുടെ കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന പാരൻസ് വിഷമിക്കേണ്ട, മക്കളുടെ കല്യാണം നടത്താൻ ശ്രമിക്കുക, നടക്കും. ഇങ്ങനെ വീട്ടിനകത്ത് കുറച്ച് ഏറെ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായിരിക്കും. പക്ഷേ ഈ ഫലങ്ങൾക്കൊന്നും കാലതാമസം ഉണ്ടാവാതെ നമുക്ക് യഥാസമയത്ത് ലഭിക്കാനായിട്ടാണ് നമുക്ക് പരിഹാരവും കൂടി ചെയ്തുകൊള്ളുക. പ്രത്യേകിച്ച് പരിഹാരം എന്ന് പറയുന്നത് ദേവിയെ തന്നെ ഭജിക്കുക, ദേവീക്ഷേത്ര ദർശനം ചെയ്യുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ പോവുകയും ദേവിക്ക് കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ നടത്തുക. അതിന് ഒപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിന് ഒപ്പം അമ്മയെ അത്രയ്ക്ക് ഭജിച്ചു പോവുക. ദേവീ മഹാത്മ്യമോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമോ വായിക്കുക. ഇതൊക്കെ നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുതരാനും ഭാഗ്യവർദ്ധനവുണ്ടാവാനും സഹായിക്കും. ഇന്നത്തെ ദിവസം നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് വീട്ടിൽ നിന്ന് ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല സമയം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് രാവുകാലം ശുഭയാത്രയ്ക്ക്, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ കൊള്ളത്തില്ല, യാത്രയ്ക്ക് കൊള്ളത്തില്ല. അതുകൊണ്ട് ശരിക്കും കലണ്ടറിലൊക്കെ 10 തൊട്ട് 12 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും രാവുകാലം ഇന്ന് 10 മണി 41 മിനിറ്റ് തൊട്ട് ഇപ്പോൾ 12 മണി 11 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കാൻ കൊള്ളത്തില്ല. അതുപോലെ ശുഭകാര്യങ്ങൾക്കൊന്നും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് രാവിലെ തന്നെ 7:45 തൊട്ട് 9 മണി 13 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 3:06 തൊട്ട് 4 മണി 34 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. കാരണം ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും ഇടപെടലുണ്ടാവും. അവരിടപെടുമ്പോൾ എന്തു ചെയ്യും? അതിനെ നെഗറ്റീവ് ആക്കി കളയും. അതുപോലെ നമുക്കിന്ന് നല്ല ദിവസമാണ്, എന്ത് കാര്യത്തിനും ഇറങ്ങാവുന്ന ദിവസമെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും നമുക്കതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11 മണി 46 മിനിറ്റ് തൊട്ട് 12:34 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. 48 മിനിറ്റ് നേരം. ഈ സമയം എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം. ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിൽക്കുന്ന സമയമാണ് ഈ സമയം.
അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രം ധരിക്കുന്ന കളറിന് വളരെ പ്രാധാന്യമുണ്ട്. റെഡ് മിക്സായിട്ടുള്ളതോ അല്ലെങ്കിൽ റെഡ് കളറോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരാനും ശുക്രൻ്റെ പവർ കൂടുതലായിട്ട് കിട്ടാനും നെഗറ്റീവ് ഫലങ്ങളെ അകറ്റി നിർത്താനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.